ഇപ്പോ വിലയേറിയ ഡിസൈൻസ് എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടമായി. പക്ഷേ എന്ത് പക്ഷേ മാഡം, ഈ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട്. പക്ഷെ ഞാൻ കൗണ്ടറിൽ നിന്ന് വന്ന് ആർക്കും ജ്വല്ലറി കാണിച്ചു കൊടുക്കാറില്ല. ഞാൻ കള്ളം പറയുന്നതല്ല. അതിനോട് സെയിൽസ്മാൻ ഉണ്ട്. താങ്ക് യു. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ഇത് പറഞ്ഞ് അവനി മേശപ്പുറത്ത് വെച്ച നെക്ലേസ് ഓരോന്നായി നോക്കി. അതിൽ ഒരെണ്ണം അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതിന്റെ തിളക്കം നോക്കിയാൽ തന്നെ അതൊരു വളരെ വിലയേറിയ നെക്ലേസ് ആണെന്ന് വ്യക്തമായിരുന്നു. ആ നെക്ലേസ് മുഴുവൻ പച്ചക്കല്ലുകൾ പതിപ്പിച്ച് വളരെ മനോഹരമായ ഡിസൈൻ ആയിരുന്നു. പക്ഷേ അവനിയുടെ മനസ്സ് ഏതോ വിധത്തിൽ അതേ നെക്ലേസിലാണ് ഉടക്കിയത്. ഗൗതം ആ നെക്ലേസ് നോക്കുമ്പോൾ അവനിയുടെ കണ്ണിലെ ആ തിളക്കവും നോക്കുകയായിരുന്നു. ആ നെക്ലേസ് ഉടൻ തന്നെ അവനിക്ക് വാങ്ങിക്കൊടുക്കണമെന്നൊരു തോന്നൽ അവനുണ്ടായി. ഏയ് മാഡം, ഇതൊരു റെയർ പീസാണ്. പ്യുവർ ജോധ്പൂരി ഡിസൈൻ വർക്ക്, കൂടാതെ ചോക്കർ ഡിസൈനും. ഇല്ല, ഇത് വളരെ എക്സ്പെൻസീവാ. ഞങ്ങളുടെ ബഡ്ജറ്റ് 50,000 രൂപയാ മാക്സിമം. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്താ ഇത്? പിന്നെന്ത് ചെയ്യണം? പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാനോ? മാഡം, ഇങ്ങനെ വിലയേറിയ ജ്വല്ലറി വാങ്ങാൻ കഴിവില്ലെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞൂടെ? ഇത്രയ്ക്ക് എക്സ്പെൻസീവ് സെറ്റ് എല്ലാം എടുത്ത് കാണിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എവിടെന്നാ നിങ്ങളൊക്കെ കയറി വരുന്നതെന്ന് അറിയില്ല. ബ്രദർ, എല്ലാം പാക്ക് ചെയ്ത് വെക്കേ. നിങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞൂടെ? ഇതെല്ലാം റയർ നെക്ലസ് പീസസ് ആണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ വന്നത് മുതൽ ഈ ജെന്റിൽമാൻ തന്നെയാണ് ജ്വല്ലറി എല്ലാം എടുത്ത് കാണിച്ചത്. അതിന് ഞങ്ങളുടെ തെറ്റെന്താ? എന്താ ഇത്? വാവ്, കള്ളനെ പിടിച്ച പോലീസുകാരനെ പോലെ സംസാരിക്കുകയാണല്ലോ. എനിക്ക് മുമ്പേ മനസ്സിലായിരുന്നു നിങ്ങൾ പോക്കറ്റിൽ 5 പൈസ പോലും ഇല്ലാതെ വില കൂടിയ സാധനങ്ങൾ കാണാൻ വന്നതാണെന്ന്. മതി, നിർത്തിക്കോ നിന്റെ സംസാരം. കുറെ നേരമായി. രാജു, പോലീസിനെ വിളിക്കേ. ഷോപ്പിലേക്ക് വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നോ? ഗൗതം, പോവാം. ചെല്ല് മാഡം, പോ. ഇതുപോലെ വേറെ ആരുടെയെങ്കിലും സമയം കളയാനല്ലേ? ഇയാൾ എന്താ പറയുന്നത്? സാർ, ഇവർക്കിത് ഡെയിലി ഡ്രാമയാ. ഇന്നലെ ആന്റിക് ഷോപ്പിൽ ഞാൻ ഇവരെ കണ്ടിരുന്നു. അവിടെയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി. പണം കൊടുക്കേണ്ട സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോ ഇവരാണ്. ഇപ്പൊ മനസ്സിലായി. ആ ആളുകള് അല്ലേ? ഭാര്യയ്ക്കൊന്നും വാങ്ങി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എക്സ്പെൻസീവ് നെക്ലസ് നോക്കി മോഷ്ടിക്കാനാ പ്ലാൻ. വാവ്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കാര്യം വലിയ പ്രശ്നമായി മാറി. ഇത് കണ്ട അവനിയുടെ തൊണ്ട വരണ്ടുപോയി. മുന്നിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ഇനി അവരുടെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. എനിക്ക് ഇത് വാങ്ങാൻ കഴിവില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഗൗതമിന്റെ വായിൽ നിന്ന് വന്ന ആ ചോദ്യം എല്ലാവരെയും ഞെട്ടിച്ചു. ആ നെക്ലസിന് 12 ലക്ഷം രൂപ വിലയുണ്ട്. അത് വാങ്ങാൻ നിനക്ക് കഴിയുമെങ്കിൽ വാങ്ങി കാണിക്ക്. ഗൗതം വിചാരിച്ചാൽ ഇപ്പോൾ തന്നെ അവനിക്കായി ആ മുഴുവൻ ഷോപ്പ് തന്നെ വാങ്ങി കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ സമയത്ത് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ആരോടും വെളിപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. സർ, ഇതെന്റെ തെറ്റാ. ആദ്യം തന്നെ ഞങ്ങളുടെ ബഡ്ജറ്റ് 50,000 രൂപ മാത്രമാണെന്ന് ഞാൻ പറയണമായിരുന്നു. 50,000 രൂപയ്ക്ക് ജ്വല്ലറി ഇവിടെ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഞങ്ങൾ മറ്റെവിടെയെങ്കിലും നോക്കാം. മാഡം, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഷോപ്പിൽ എല്ലാ തരത്തിലുള്ള ജ്വല്ലറിയും ഉണ്ട്. ബ്രദർ, ചീപ്പായതൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്ക്. ഉടൻ തന്നെ അവൻ അടുത്തു നിന്ന സെയിൽസ്മാനെ വിളിച്ച് ജ്വല്ലറി കാണിക്കാൻ പറഞ്ഞു. അവനി തന്റെ വികാരങ്ങൾ നിയന്ത്രിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് 60,000 വിലയുള്ള ഒരു സിമ്പിൾ നെക്ലേസ് അവൾ തിരഞ്ഞെടുത്തു. മോം, ഇതിന് പേയ്മെന്റ്. നെക്ലേസ് പാക്ക് ചെയ്ത് കിട്ടിയ ശേഷം അവനി ഗീതയെ നോക്കി. എന്റെ എല്ലാ മൂടും പോയി. ഇതൊക്കെ ഈ ഗൗതം കാരണമാണ്. അവന്റെ പോക്കറ്റിൽ കുറെ പണം ഉള്ള പോലെ നമ്മൾ ഈ എക്സ്പെൻസീവ് ഷോപ്പിൽ കൊണ്ടുവന്നത്. ഇതാ പണം. ഗീത ഉടൻ പേഴ്സിൽ നിന്ന് പണമെടുത്ത് ക്യാഷ് കൗണ്ടറിൽ കൊടുത്തു. ഇത് കൊടുക്ക്. ശേഷം അവർ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അനിലും അവനിയും നെക്ലസ് ബാഗ് എടുത്ത് അവളുടെ പിന്നാലെ പുറത്തുപോയി. പക്ഷേ ഗൗതം അപ്പോഴും അവിടെ തന്നെ നിന്നുകൊണ്ട് ഷോപ്പ് ഓണറിനെ കോപത്തോടെ നോക്കുകയായിരുന്നു. എന്താ ബ്രദർ, നിന്റെ ഭാര്യ പോയില്ലേ? ചെല്ല്. പോക്കറ്റിൽ പണമില്ലെങ്കിൽ ആകാശത്ത് കോട്ട കെട്ടരുത്. ഇത് കേട്ട് ഗൗതം ഗേറ്റ് വഴി പുറത്തേക്ക് നടന്നു.
പക്ഷേ അവന്റെ കോപം ഇപ്പോഴും തീർന്നിരുന്നില്ല. പുറത്തേക്ക് വന്നപ്പോൾ അവർ കാറിനരികിൽ അവനെ കാത്തു നിൽക്കുന്നത് കണ്ടു. സർ, കീ. നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ വരാം. ഇനി എന്താ ബാക്കി? അകത്തിപ്പോ കിട്ടിയതൊന്നും നിനക്ക് മതിയായില്ലേ? നമ്മൾ ഈ എക്സ്പെൻസീവ് ഷോപ്പിലേക്ക് കൊണ്ടുവന്നത് നീയല്ലേ? ഇനി എന്താണാവോ നിന്റെ പുതിയ ഡ്രാമ? മോം, പ്ലീസ്. ആക്ച്വലി നിങ്ങൾ തെറ്റിദ്ധരിക്കുക. എനിക്ക് രാത്രി ഡിന്നറിനുള്ള വെജിറ്റബിൾസ് വാങ്ങണം, അതാ. അവൻ മാർക്കറ്റിലേക്കോ എങ്ങോട്ട് പോയാലും നമുക്കെന്താ? കുറച്ച് സമയമെങ്കിലും ഈ തിരുമോന്ത കാണേണ്ടി വരില്ലല്ലോ. ഡാഡ്, ശരിയാ, വരൂ, പോവാ. അവർ പോകുന്നതും നോക്കി ഗൗതം അവിടെ നിന്നു. അവനയുടെ കാർ കണ്ണിൽ നിന്ന് മറഞ്ഞതോടെ അവൻ തന്റെ ഷർട്ട് സ്ലീവ്സ് മടക്കി വീണ്ടും അതേ ജ്വല്ലറി ഷോപ്പിലേക്ക് നടന്നു. സാർ, ഇപ്പോ ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, പോയിട്ട് പിന്നീട് വരൂ. ഞാൻ ആ 12 ലക്ഷം രൂപ വിലയുള്ള നെക്ലസ് വാങ്ങാൻ വന്നതാ. ഗൗതം പറഞ്ഞത് കേട്ട ഉടൻ സെയിൽസ്മാൻ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഓണർക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. നെക്ലസോ? നിന്റെ തലച്ചോറ് ഭാര്യയുടെ പേഴ്സിൽ വെച്ചിട്ടാണോ വന്നത്? ഇവന്റെ ഉള്ളിലാണേ, ഇപ്പോഴാ ഉണർന്നേന്ന് തോന്നുന്നു. നിങ്ങളുടെ തമാശയൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം. നീ ശരിക്കും ആ നെക്ലസ് വാങ്ങോ? അത് വാങ്ങാനുള്ള സ്റ്റാറ്റസ് നിനക്കില്ല. എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയും. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കസ്റ്റമറായിട്ടാ. ഒരുപാട് നേരമായി നീ. സെക്യൂരിറ്റി, ഇവനെ പിടിച്ച് പുറത്തേക്ക് എറിയേ. ഇനി നീ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. ഈ മാർക്കറ്റ് മുഴുവൻ അറിയുന്ന വലിയ ഷോപ്പാ ഇത്. ഞാൻ ഒന്ന് വിളിച്ചാൽ തന്നെ ഇവിടെ വലിയ ക്രൗഡ് കൂടി വരും. അവർ നിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പോലും കഴിയില്ല. ഇവിടെയുള്ളവർ ആദ്യം നിന്നെ അടിക്കും, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ പോലീസ് വീണ്ടും അടിക്കും. ഇത് കേട്ടയുടൻ ഗൗതം തന്റെ മൊബൈൽ പുറത്തെടുത്തു. ഇനി അവൻ പിന്നോട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ഹലോ മുൻഷിജി, ഷോപ്പ് നമ്പർ 105 ഓൾ സിറ്റി, അജിത് നഗർ. നിങ്ങൾക്ക് ഇവിടെ എത്താൻ 10 മിനിറ്റ് സമയം. ആരെയാ വിളിച്ചത്? ആരത്? നീ വിളിച്ചാ വന്ന ഉടനെ നിന്നെ രക്ഷിച്ചു കൊണ്ടുപോവാൻ. അത് അടുത്ത 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെയിൽസ്മാന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അതേസമയം ചുറ്റുമുണ്ടായിരുന്ന ചിലർ അവസരം നോക്കി ഗൗതമിനെ പരിഹസിക്കാൻ തുടങ്ങി. ഈ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഇങ്ങനെയുള്ള തട്ടിപ്പുകാരാ. അത് ഒന്ന് നോക്കുവന്. ഇത്ര ഇൻസൾട്ടായിട്ടും ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുക. ഇവരുടെ സ്വഭാവം തന്നെ ഇത്. കള്ളന്മാർക്കും തട്ടിപ്പുകാർക്കും എന്ത് ലജ്ജ. കണ്ടില്ലേ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത്. ഷോപ്പിന്റെ ഓരോ കോണിലും ചർച്ചകൾ തുടങ്ങി. അതേസമയം ചിലർ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു. അപ്പോഴേക്കും നിരവധി എക്സ്പെൻസീവ് കാർസ് ഷോപ്പിന്റെ മുന്നിൽ വന്ന് നിർത്തി. കാറുകൾ നിർത്തിയ ഉടൻ ശക്തരായ പരുക്കന്മാരായ ബോഡി ഗാർഡ്സ് കയ്യിൽ ഗൺ പിടിച്ച് ഷോപ്പിന്റെ പുറത്തു നിന്നു. അതേസമയത്ത് മുൻഷിജി കാറിൽ നിന്നിറങ്ങി ഷോപ്പ് മുഴുവൻ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. മുൻഷിജി ഷോപ്പിലേക്ക് കയറിയ ഉടൻ തന്നെ ഗൗതം അവിടെ നിൽക്കുന്നത് കണ്ടു. ബോഡിഗാർഡ്സ് എല്ലാം അപ്പോഴേക്കും ഷോപ്പ് മുഴുവൻ വളഞ്ഞിരുന്നു. മുൻഷിജി എത്തിയതോടെ ഷോപ്പിനുള്ളിൽ വീണ്ടും ആളുകൾ തമ്മിൽ ചർച്ചകൾ തുടങ്ങി. സർ, ഈ ചെറിയ ഷോപ്പിൽ എന്താ ചെയ്യുന്നത്? മുൻഷിജി, ഇയാൾക്ക് എന്റെ സ്റ്റാറ്റസ് കാണണം പോലും. അത് പറഞ്ഞ ഉടൻ ഗൗതം സെയിൽസ്മാന്റെ മുന്നിൽ നിന്ന് അവന്റെ കണ്ണിലേക്ക് നേരെ നോക്കി. ഇത്രയും ബോഡി ഗാർഡ്സിനെ കണ്ടപ്പോൾ സെയിൽസ്മാന്റെ തൊണ്ട വരണ്ടുപോയി. ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഗൗതം തന്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരുമോ? ഇപ്പോൾ ഷോപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ കാണൂ റോയൽ വാരിയേഴ്സ് പോക്കറ്റ് എഫ്എമ്മിൽ മാത്രം. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.